തൃശൂർ മാത്താക്കരയിൽ ഫർണിച്ചർ ഷോറൂമിൽ വലിയ തീപിടുത്തമുണ്ടായി എന്നുള്ള വിവരം നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. പുലർച്ചെ 3:30 ഉണ്ടായ അപകടമാണ്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. സൂരജ് സജി ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം വീണ്ടും ചേരുകയാണ്. സൂരജ്, എന്താണ് നിലവിലെ സാഹചര്യം? പുതിയ വിവരങ്ങൾ എങ്ങനെ സൂരജ്? നിലവിൽ തീ നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ സാഹചര്യം. പക്ഷേ തീ ഇപ്പോഴും പൂർണ്ണമായി അണഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. ഫയർഫോഴ്സിന്റെ 5 യൂണിറ്റുകൾ ഇപ്പോഴും ഈ തീ പൂർണ്ണമായും അണയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 11:30 വരെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഫർണിച്ചർ ഷോറൂമിൽ രാത്രി 11:30 വരെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ നിന്ന് തൊഴിലാളികൾ പോയത്. പക്ഷേ 1:30 കൂടിയാണ് വലിയ രീതിയിൽ ഇവിടെ നിന്ന് പുക ഉയരുന്നത് കണ്ടത് എന്നുള്ളതാണ് പ്രദേശവാസികളടക്കം പറയുന്നത്. പിന്നീട് ഈ വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുകയായിരുന്നു. പക്ഷേ വലിയ രീതിയിൽ, അതായത് മണിക്കൂറുകൾ ഇവിടെ ആശങ്ക പരത്തിക്കൊണ്ട് ഈ ഷോറൂം കത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നുള്ളതാണ് പറയുന്നത്. വലിയ രീതിയിൽ തീ ആളിക്കത്തി 5 യൂണിറ്റ് ഫയർഫോഴ്സ് വിവിധയിടങ്ങളിൽ നിന്നടക്കം എത്തിച്ച് നടത്തിയ ശ്രമകരമായ ദൗത്യത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമായത്. സാറേ, എങ്ങനെയായിരുന്നു ഇതെന്തായിരുന്നു സംഭവിച്ചത്? ഇത് നമുക്ക് ഇൻഫർമേഷൻ ഒരു 2:30 കൂടിയിട്ടാണ് കിട്ടുന്നത്. 2:30 കൂടി കിട്ടുമ്പോൾ ഒരുവിധം തീ നന്നായി കത്തിയിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് നോക്കുന്ന സമയത്ത് മൊത്തം തീ കത്തിയിട്ടുണ്ടായിരുന്നു. 5 സ്ഥലത്തു നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ചാലക്കുടി, പുതുക്കാട്, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ, പിന്നെ വടക്കാഞ്ചേരി 5 യൂണിറ്റിൽ നിന്നും വണ്ടികൾ വന്ന് ഇപ്പോൾ ഒരുവിധം ഇപ്പോൾ തീ ഏകദേശം അണച്ചിട്ടുണ്ട്. ഇനി ബാക്കിൽ കുറേ ഇൻറ്റീരിയർ ഡെക്കറേഷൻ്റെ കുറേ മരങ്ങൾ കുറേ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടിയും ഇനി കംപ്ലീറ്റ് ആവാണ്ട്. ഇപ്പോൾ വേറെ കാഷ്വാലിറ്റി ഒന്നുമില്ല. ഇവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 11:30 വരെ ജോലിക്കാരുണ്ടായിരുന്നു ഇവിടെ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ സംഭവിച്ചതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഇനിയിപ്പോൾ നോക്കേണ്ടി വരും. പിൻഭാഗത്തു നിന്നാണ് തീ ആദ്യം ആളിപ്പടർന്നിട്ടുള്ളത്. അപ്പോൾ നല്ല നഷ്ടം കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാഴ്ചയ്ക്ക് കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്. ആളുകളുണ്ടായിരുന്ന ഇല്ല, ഇവിടെ ആരുമില്ല. വിവരം കൈമാറി ഇത് അപ്പുറത്ത് ഉള്ള സെക്യൂരിറ്റിക്കാരാണ്. വേറെ അപ്പുറത്തെ ബിൽഡിങ്ങിൽ തീ മുകളിലേക്ക് ആളിക്കത്തിന് കണ്ടിട്ടാണ് അവർ സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ടാണ് വരുന്നത്. ഇതാണ് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം. ഇത് വലിയ ഫർണിച്ചർ ഗോഡൗൺ ആണ്. ഇതിനകത്താണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്. അകത്ത് നിന്ന് പുക ഉയരുന്ന എല്ലാം ദൃശ്യത്തിൽ കാണാം. പിന്നിലാണ് ഇപ്പോഴും ഈ തീ ഇപ്പോഴും അണഞ്ഞിട്ടില്ല എന്ന് പറയുന്ന ഭാഗം ഇതിന് പുറകുവശത്താണ്. ദൃശ്യങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാം ഇപ്പോഴും ഈ ഫർണിച്ചർ ഷോറൂമിനകത്ത് തീ കത്തുന്നുണ്ട്. പുറകുവശത്ത് ഇപ്പോഴും തീ കത്തുന്നുണ്ട്. ഇത് വലിയ ഷോറൂം ആയിരുന്നു. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാവുന്നേ ഉള്ളൂ. വലിയ ഷോറൂം ആയിരുന്നു. കൂടുതൽ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്. പക്ഷേ ഈ തീ ആളിക്കത്തി വലിയ രീതിയിൽ പുക ഉയരുന്ന സമയത്ത് മാത്രമാണ് ഈ വിവരം പുറത്തേക്ക് എത്തുന്നത്. തൊട്ടപ്പുറത്തുണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരാണ് ഇത് കണ്ട ആദ്യം വിവരം അറിയിക്കുന്നത്. 1:30 കൂടി തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ്. 1:30-2 മണിയോടുകൂടി തീപിടുത്തം ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോഴും ഈ തീ അണഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ എത്ര മണിക്കൂറുകൾ നീളുന്ന തീപിടുത്തമായിരുന്നു എന്നുള്ളത് ആ സമയവ്യാപ്തിയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാവുന്നതാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു തീപിടുത്തമായിരുന്നു ഇവിടെ ഉണ്ടായത്. പക്ഷേ ഇപ്പോഴും തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. ഇതിന്റെ പുറകുവശത്ത് പിന്നാമ്പുറത്തു നിന്നായിരുന്നു തീ ഉണ്ടായത് എന്നുള്ളതാണ്, തീ പിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോഴും പോലീസും ഫയർഫോഴ്സും എല്ലാം സംശയിക്കുന്നത്. പക്ഷേ ആ മേഖലയിൽ ഇപ്പോഴും തീ അണയ്ക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ മരത്തിന്റെ ഉൽപ്പന്നങ്ങളടക്കം, അതോടൊപ്പം തന്നെ ഈ ഫർണിച്ചർ നിർമ്മിക്കുന്നതിനുള്ള മരത്തടികളടക്കം ഈ പുറകുവശത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോഴും തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ തീ അവസാനവട്ടമായി അത് കെടുത്താനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നു. 5 യൂണിറ്റുകൾ, അത് തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വടക്കാഞ്ചേരി, തൃശ്ശൂർ തുടങ്ങി വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ച 5 യൂണിറ്റ് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാം. ഈ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളാണ്, പെട്ടെന്ന് തീ പിടിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. അങ്ങനെ ഇരിക്കുകയാണ് ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ ഈ പുറകുവശത്ത് നിന്ന് ഇത് തീ ഉയരുന്നത്. 11:30 വരെ ഇവിടെ ജീവനക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുമായി സംസാരിക്കുമ്പോൾ പറയുന്നത്. ആ സമയത്ത് ജോലി അവസാനിപ്പിച്ച് ഇവിടെ നിന്ന് പോയ ജീവനക്കാരാണ്. ആ സമയത്ത് ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല. പക്ഷേ 1:30 വലിയ രീതിയിൽ ഇവിടെ നിന്ന് പുക ഉയരുന്നു. വലിയ ഉയരത്തിലുള്ള ഷോറൂമാണ്. അതുകൊണ്ട് തന്നെ ഈ റൂഫ് ടോപ്പ് ഷീറ്റ് മേഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഈ പുക ഉയരുന്ന സമയത്താണ് ഈ തീപിടുത്തം ഉണ്ടായ വിവരം തൊട്ടപ്പുറത്തെ സെക്യൂരിറ്റി കാണുന്നത്. സെക്യൂരിറ്റിയാണ് പിന്നീട് പോലീസിനെയും ഫയർഫോഴ്സിനെയും എല്ലാം വിവരം അറിയിക്കുന്നത്. അങ്ങനെ സെക്യൂരിറ്റി കൈമാറിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തുന്നത്. നിരന്തരമായി, അതായത് ഈ ഷോറൂമിനകത്തേക്ക് കയറാൻ പോലും കഴിയാത്ത രീതിയിൽ പുകയും തീയുമായിരുന്നു എന്നുള്ളതാണ് ഈ ഫയർഫോഴ്സ് അംഗങ്ങളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. വളരെ പ്രയാസപ്പെട്ട് നിരന്തരം ഇതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്തു. അതിനുശേഷമാണ് ഇവർക്ക് ഈ മുൻവശത്ത് കൂടി കയറാൻ സാധിച്ചതെന്നുള്ളതാണ് പറയുന്നത്.
ഇവർ പറയുന്നത്, ഫയർഫോഴ്സുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ വലിയ രീതിയിലുള്ള തീപിടുത്തം ഉണ്ടായി. ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരോടുകൂടി നമുക്ക് ഈ വിഷയത്തിൽ വിവരം തേടാം എന്ന് തോന്നുന്നു. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായി എന്ന് നമുക്ക് പറയാം, പക്ഷെ എന്നാൽ പോലും തീ പൂർണ്ണമായും അണഞ്ഞിട്ടില്ല. വലിയ രീതിയിൽ, അതായത് 5 യൂണിറ്റ് ഫയർഫോഴ്സ്, വിവിധ ഇടങ്ങളിൽ നിന്ന് 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിച്ചാണ് ഇവർ ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് എന്നുള്ളതാണ് പറയുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പൊ നമ്മളോടൊപ്പം ചേരുകയാണ്. സാറേ, എന്താ സംഭവിച്ചതെന്നാണ്? ഏകദേശം 2:30 മണിയോടുകൂടിയാണ് നമുക്ക് ഈ കോള് കിട്ടുന്നത്. അപ്പോൾ ഈ കോള് കിട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ തൃശ്ശൂർ, വടക്കാഞ്ചേരി, ഇരിങ്ങാലക്കുട, ചാലക്കുടി ഈ ഭാഗത്ത് നിന്ന് നമ്മൾ ഫയർ ടെൻഡർ വിളിക്കുകയും ഉടൻ തന്നെ നമ്മളിവിടെ എത്തുകയും ചെയ്യുന്നു. ആദ്യം സ്പോട്ടിൽ എത്തിയത് നമ്മളാണ്. അപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഫയർ സ്റ്റാർട്ടിങ്ങിലായിരുന്നു. അപ്പോൾ ഈ സ്റ്റാർട്ടിങ് ഇരിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടാണ് നമ്മൾ അനുമാനിക്കുന്നു. നമ്മൾ ഏകദേശം 70,000 ലിറ്ററോളം വെള്ളം നമ്മൾ പമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാണ്. നമ്മൾ 3 പോയിന്റിൽ സെക്ടറായിട്ട് ഞാൻ തിരിച്ചു. പോയിന്റ് 1, പോയിന്റ് 2, പോയിന്റ് 3. ഇപ്പോൾ 3 പോയിന്റിൽ നമ്മൾ 2 ഫയർ ടെൻഡർ വീതം നിർത്തിയതിന് ശേഷം ഫയർ ഫൈറ്റ് ചെയ്യുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് ആളപായമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഒട്ടനവധി നാശനഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. നമ്മളത് കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഉൽപ്പന്നങ്ങൾ. അതെ, ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിനേക്കാൾ ഒരു പക്ഷേ ഫയർ സർവീസ് എത്തിയില്ലായിരുന്നെങ്കിൽ ഇതിനേക്കാൾ ഒരുപാട് നാശനഷ്ടം ഉണ്ടാകുമായിരുന്നു. ബിൽഡിംഗ് പൊളിയേണ്ട ഒരു അവസ്ഥ തന്നെ ഉണ്ടായിരുന്നു. എന്ത് ചെയ്തു, നമ്മളത് നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു കിട്ടും. നിലവിൽ ഇത് നമ്മൾ പരിശോധന നടത്തിയിട്ടില്ല. ഇപ്പോൾ ഈ ഫയർ ഫൈറ്റിംഗ് നടത്തിയതിന് ശേഷം അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം ഇതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചതിന് ശേഷം റിപ്പോർട്ട് തരും. തീ നിയന്ത്രണ വിധേയമാണ് നിലവിൽ. നിയന്ത്രണ വിധേയമാണ്. ശരി, തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സൂരജ് സജി, അവിടെ നിന്ന് ആ അപകടം നടന്ന ഫർണിച്ചർ ഷോറൂമിൽ നിന്നുള്ള തത്സമയ വിവരങ്ങൾ, ദൃശ്യങ്ങൾ, പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷങ്ങളുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ നിന്ന് 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്.